മിടുക്കനാട്ടോ. വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ? ഓ, എനിക്കിപ്പോൾ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അതെന്താ? മാഡം എപ്പോഴും ഇങ്ങനെ അടുത്തുണ്ട്. മാഡം ഒന്നും വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോൾ ഭയങ്കര രസമാണ്. സെലന എന്നുള്ള പേര് തന്നെ എന്നാ ഭംഗിയാ. എൻ്റെ മമ്മി ഇട്ട പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, തന്നെ പോലെ ഒരാൾ. അയാളാ എനിക്ക് ഈ പേരിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണെ മമ്മി അറിഞ്ഞിട്ട പേരാ. നോക്കിയേ, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ചങ്ങ് നിൽക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോൾ റാണിയാണ് സൂചിച്ച് നിൽക്കുക എന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലും സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, കുറേ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണോ ഒറ്റപ്പെട്ട് നിൽക്കാന്നൊക്കെ പറയുന്നത്? അച്ഛനെയാണോ ബലരാജാവ് എന്ന് ഉദ്ദേശിച്ചത്? ആ, അറബിടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ എൻ്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിൻ്റെ. അങ്ങനൊക്കെ ചെയ്യുമോ അയാൾ? ചെയ്യുമെന്നോ? അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പായിരിക്കും. ചുമ്മാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരും ഇല്ലാത്തത്. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഒരു റാണിയാകുമ്പോൾ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എങ്കിൽ ഞാൻ ഡിന്നർ റെഡിയാക്കിയിട്ട് വരാം. ഡിന്നറിന് എന്താ വേണ്ടത് തനിക്ക്? ഇന്നലെ 5-ന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതെയോ? എന്നാ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങെടുത്തോ. കിടപ്പ് ഭയങ്കര കമ്പിയ ആണോ? എന്നാ ഇത് അധികകാലം ഉണ്ടാവും തോന്നില്ല. അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്ന. എങ്ങനെ എന്തോ വിൽപ്പത്രമൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ വിൽപ്പത്രത്തിലൊക്കെ കാര്യമുള്ളൂ.
അതിനുമുമ്പ് അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ? അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? ഈ അച്ഛൻ്റെ ഭാര്യയില്ലേ? അല്ല, അച്ഛൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. സോറി. നീ എന്തിനാ അയാളെ കെട്ടാൻ പോയത്? ആ കല്യാണത്തിൻ്റെ ആലോചന വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത്, അയാൾ പ്രായമുള്ള ആളല്ലേ, എന്നെ പൊന്നുപോലെ നോക്കുന്നൊക്കെ. അയാളെന്നെ നോക്കി പൊന്നുപോലെ അടിച്ച് പരത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്കാൻ. അയാളങ്ങനെ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി. നീ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മാറ്റം തന്നെ തോന്നിയത്. ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഞാനില്ലേ ഇപ്പൊ കൂടെ. എൻ്റെ പിമ്പായിട്ടായിരിക്കും. അതെന്നെ വർത്താനോ അതെന്നെ പറയുന്നേ? പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബെൽ? ഞാൻ നിന്നെയും കെട്ടിയാലോ? ബെല്ലിന് ഇപ്പോഴും പിള്ളേർ കളി മാറിയിട്ടില്ല. നേരത്തെ കള്ളു കുടിച്ചിട്ട് ഓരോന്ന് പറ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, വെറുതെ പറഞ്ഞല്ല. ചേച്ചി മോളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിൽ നിന്നേ പോയി. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ പോരെ, സുഖമായിട്ട്. എന്നാ ചേച്ചാ? ഞാൻ സിറപ്പെടുത്തോണ്ട് വരാം. കുടിക്ക്. ശ്ശേ.